നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷനാണ് ടോപ്പ് 25 ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്. ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. ഇന്നലെ അപ്ലോഡ് ചെയ്ത് 25 ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പോയി കണ്ടേക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 2023 സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ്? 2023 സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മയാണ്. സരസ്വതി സമ്മാൻ ഏത് മേഖലയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സാഹിത്യമാണ്, സാഹിത്യം. 2023 സരസ്വതി സമ്മാൻ ജേതാവ് ആരാ? പ്രഭാവർമ്മ. സരസ്വതി സമ്മാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. സാഹിത്യവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഏത്? സരസ്വതി സമ്മാൻ. സരസ്വതി സമ്മാന്റെ സമ്മാന തുക 15 ലക്ഷം രൂപയാണ്. ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരമല്ല, സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നാണ് ഏത്? സരസ്വതി സമ്മാൻ. സരസ്വതി സമ്മാന്റെ സമ്മാന തുക 15 ലക്ഷം രൂപയാണ്. KK ബിർള ഫൗണ്ടേഷനാണ് ഈ 15 ലക്ഷം രൂപ നൽകുന്നത്. ഇപ്പോൾ മലയാളികളിൽ എത്ര പേർക്കാണ് സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത്? ആദ്യമായിട്ട് കിട്ടിയ മലയാളിയാണ് ബാലാമണി അമ്മ. ബാലാമണി അമ്മയ്ക്ക് ലഭിച്ചു, അയ്യപ്പ പണിക്കർക്ക് ലഭിച്ചു, സുഗതകുമാരിക്ക് ലഭിച്ചു, പിന്നീട് ആർക്കും ലഭിച്ചു? ഇപ്പോൾ പ്രഭാവർമ്മയ്ക്കും ലഭിച്ചു. അപ്പൊ ഇതിനു മുന്നേ സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെ? ബാലാമണി അമ്മ, അയ്യപ്പ പണിക്കർ, സുഗതകുമാരി എന്നിവർക്കാണ് ഇതിനു മുൻപ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും അധികം വായുമലിനീകരണം നേടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 3-ാം സ്ഥാനമാണ്. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനം. ആദ്യത്തെ സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ബംഗ്ലാദേശിനാണ് 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം പാകിസ്ഥാനാണ്. 3-ാം സ്ഥാനം ഇന്ത്യക്കാണ്. 1-ാം സ്ഥാനം ബംഗ്ലാദേശ്, 2-ാം സ്ഥാനം പാകിസ്ഥാൻ, 3-ാം സ്ഥാനം ഇന്ത്യ. അടുത്ത ചോദ്യം, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആര്? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ. എഴുത്തുകാരനായ സക്കറിയയ്ക്കാണ് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്ര ലക്ഷം രൂപയാണ്? 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയാണ് സമ്മാന തുക. അടുത്ത ചോദ്യം, 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 തകഴി സാഹിത്യ പുരസ്കാരം പ്രൊഫസർ MK സാനുവിനാണ് ലഭിച്ചത്. പ്രൊഫസർ MK സാനു. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറെ നാളായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഈ അവസാന നിമിഷത്തിൽ സ്മാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ഫുൾ സിലബസ് കവർ ചെയ്ത് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ SCRT പോർഷൻസ് ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മുടെ ആപ്പിൽ ഞാൻ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്ക് ഇനിയൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്, ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളാം. ഇപ്പോഴാകുമ്പോൾ ഫീസിൽ ഓഫറും ഉണ്ട്. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതിൽ LDC 2024 എന്ന ബാനറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് ആരാണ്? സാറാ ജോസഫ്. സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, ഈ പറഞ്ഞ സാഹിത്യ പുരസ്കാരങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. സരസ്വതി സമ്മാനം പറഞ്ഞു, തകഴി സാഹിത്യ പുരസ്കാരം പറഞ്ഞു, മലയാറ്റൂർ ട്രസ്റ്റ് പുരസ്കാരം പറഞ്ഞു, മലയാറ്റൂർ പുരസ്കാരം പറഞ്ഞു, അതുപോലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പറഞ്ഞു. ഇതെല്ലാം ഓർത്തിരിക്കാം. മലയാറ്റൂർ പുരസ്കാര ജേതാവ് സാറാ ജോസഫ് ആണ്. സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ ഏത്? മഞ്ഞുമ്മൽ ബോയ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് 2024 ഫെബ്രുവരി 22 റിലീസായ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖയേന്താൻ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്തത് ആരെയാണ്? അഭിനവ് ബിന്ദ്രയാണ് തെരഞ്ഞെടുത്തത്. അഭിനവ് ബിന്ദ്ര. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖയേന്താൻ ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്തത് ആരെയാണ്? അഭിനവ് ബിന്ദ്രയാണ്. ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് വീണ്ടും സ്വന്തമാക്കിയ കേരളത്തിലെ ബീച്ച് ഏത്?
കോഴിക്കോട് കാപ്പാട് ബീച്ചിനാണ് ലഭിച്ചത്. അപ്പൊ ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്കാണ്. അപ്പൊ ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് നേരത്തെ കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ലഭിച്ചിരുന്നു, വീണ്ടും സ്വന്തമാക്കി. ഓക്കെ, ഓർക്കുക. അടുത്ത ചോദ്യം ഒരു പദ്ധതിയാണ്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് നൽകുക എന്ന ലക്ഷ്യത്തോടെ പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? സ്നേഹഹസ്തം പദ്ധതിയാണ്. സ്നേഹഹസ്തം. അപ്പൊ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് നൽകുക എന്ന ലക്ഷ്യത്തോടെ പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാ? സ്നേഹഹസ്തം പദ്ധതി. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? റഷ്യയുടെ ബഹിരാകാശ യാത്രികൻ ആയ ഒലെഗ് കോനോനെങ്കോങ്. ഒലെഗ് കോനോനെങ്കോങ് ആണ് 878 ദിവസത്തിലധികമാണ് അദ്ദേഹം ബഹിരാകാശത്ത് ചെലവഴിച്ചത്. അപ്പൊ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് റഷ്യയുടെ ഒലെഗ് കോനോനെങ്കോങ് ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞൊരു എക്സാമിന് PSC ചോദിക്കുകയും ചെയ്തു. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ്? 128ാമത് ഭേദഗതി ബില്ലാണ്. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ല്? 128ാമത് ഭേദഗതി ബില്ലാണ്. ഇമ്പോർട്ടന്റ് ചോദ്യം, 128ാമത് ഭേദഗതി ബില്ല്. ഈ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മെഘ്വാൾ ആണ്. അർജുൻ റാം മെഘ്വാൾ, കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മെഘ്വാൾ ആണ് എവിടെ അവതരിപ്പിച്ചത്? ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. രാജ്യസഭ ഈ ബില്ല് പാസാക്കിയ ഡേറ്റ് 2023 സെപ്റ്റംബർ മാസം 21. വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ മാസം 21. ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മെഘ്വാൾ, കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മെഘ്വാൾ ആണ്. 128ാമത്തെ ഭേദഗതി ബില്ലാണെന്നും ഓർക്കുക. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് രാജ്യത്തെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് നിലവിൽ വരുന്നത്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാ? ഉത്തരാഖണ്ഡ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ് ആണ്. ഫിൻലൻഡ്. 143 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നാണ് ഫിൻലൻഡ് 1ാം സ്ഥാനത്തെത്തിയത്. ഇന്ത്യയുടെ സ്ഥാനം എത്ര? അത് പിന്നെ ഞാൻ ചോദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 126ാം സ്ഥാനമാണ് ഇന്ത്യയുടേത്. ഏറ്റവും അവസാനം എത്തിയ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. അതായത് 143ാമത്തെ പൊസിഷനിലെത്തിയ രാജ്യം ഏത്? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയുടെ പൊസിഷൻ 126, 1ാം സ്ഥാനം ലഭിച്ചത് ഫിൻലൻഡിനാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക്, അതായത് 55 മുതൽ 60 വയസ്സിനിടയ്ക്കുള്ള ആൾക്കാർക്കാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വായ്പ നൽകുന്ന പദ്ധതി ഏതാണ്? നവജീവൻ പദ്ധതിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, നവജീവൻ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വായ്പ നൽകുന്ന പദ്ധതി ഏതാ? നവജീവൻ പദ്ധതി. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഇപ്പൊ 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഓർത്തിരിക്കുക. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 2024 തീം എന്തായിരുന്നു? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതായിരുന്നു. ഇനി 2023 22 കൂടി ഒന്ന് ഓർത്തിരിക്കുക. 23 തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമയമായി. തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമയമായി എന്നതായിരുന്നു 2023 തീം. 2024 തീം മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം.
മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം എന്നതായിരുന്നു 2022 തീം. 2023 തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമയമായി. 2024 തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. ഓക്കെ, അടുത്ത ചോദ്യം. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. 2024 തീം ഇൻവെസ്റ്റ് ഇൻ വിമൻ. 2024 തീം ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ്. ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതായിരുന്നു 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം. ലോക ജലദിനം മാർച്ച് 22. 2024 പ്രമേയം എന്തായിരുന്നു? വാട്ടർ ഫോർ പീസ്, അതായത് ജലം സമാധാനത്തിന്. വാട്ടർ ഫോർ പീസ്, ജലം സമാധാനത്തിന് എന്നതായിരുന്നു 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം. 2023 പ്രമേയം ആക്സിലറേറ്റിംഗ് ചേഞ്ച്. ആക്സിലറേറ്റിംഗ് ചേഞ്ച് എന്നതായിരുന്നു 2023 പ്രമേയം. 2022 പ്രമേയം ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ. 3 വർഷത്തെ തീം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3ഉം ഓർക്കുക. ഏതാണ് PSC ചോദിക്കുന്നത് എന്ന് അറിയത്തില്ല. അപ്പോൾ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അപ്പൊ 3 തീം നിങ്ങൾ നോക്കിയിരിക്കുക. ചിലപ്പോൾ 2023 PSC ചോദിക്കാം, അല്ലെങ്കിൽ 2022 ചോദിക്കാം, അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ളതും ചോദിക്കാം. അതുകൊണ്ടൊരു സേഫ് ഒരു മെത്തേഡ് എന്നുള്ള രീതിയിൽ 3 നിങ്ങൾ നോക്കിയിരിക്കുക. 2024 വാട്ടർ ഫോർ പീസ്, ജലം സമാധാനത്തിന്. 2023 ആക്സിലറേറ്റിംഗ് ചേഞ്ച്. 2022 ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ. ഓക്കെ, അടുത്ത ചോദ്യം. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദിയായത്. ലേ, ലഡാക്ക്, ഗുൽമാർഗ്. ലേ, ലഡാക്ക്, ഗുൽമാർഗ് എന്നിവയായിരുന്നു 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി. ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ഏറ്റവും പുതിയ ഫാക്റ്റ് ആണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ദിനേശ് കുമാർ ത്രിപാഠി. ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത്. ഇതിനു മുന്നേ നാവികസേനയുടെ മേധാവി ആരായിരുന്നു? ആർ ഹരികുമാർ ആയിരുന്നു. അദ്ദേഹം മലയാളിയായിരുന്നു, ആർ ഹരികുമാർ. അദ്ദേഹം വിരമിച്ച ഒഴിവിലേക്കാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായിട്ട് ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റത്. അപ്പൊ കരസേനാ മേധാവിയുടെ പേരോർക്കുക, വ്യോമസേനാ മേധാവിയുടെ പേരോർക്കുക, നാവികസേനാ മേധാവിയുടെ പേരോർക്കുക. കരസേനാ മേധാവി ആരാണ്? മനോജ് പാണ്ഡെ. മനോജ് പാണ്ഡെയാണ് കരസേനാ മേധാവി. വ്യോമസേനാ മേധാവി ആരാണ്? വിവേക് റാം ചൗധരി. വിവേക് റാം ചൗധരിയാണ് വ്യോമസേനാ മേധാവി. നാവികസേനാ മേധാവിയുടെ പേരെന്താ? ദിനേശ് കുമാർ ത്രിപാഠി. ഇത് 3ഉം ഓർത്തിരിക്കുക, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അടുത്ത ചോദ്യം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആര്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ, ഇമ്പോർട്ടന്റ് ചോദ്യം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? അരവിന്ദ് പനഗരിയയാണ്. അരവിന്ദ് പനഗരിയ, ഓർക്കുക, അരവിന്ദ് പനഗരിയ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചാറ്റ് GPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഗ്രോക്ക്. ഗ്രോക്ക്. ചാറ്റ് GPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഗ്രോക്ക്. ഗ്രോക്ക്. പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ നമ്പർ 1032. 1032 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് ഓർക്കുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ, അതായത് 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. 126 ഇന്ത്യയുടെ സ്ഥാനം. 143 രാജ്യങ്ങളുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. അതിൽ 1ാം സ്ഥാനം ഫിൻലൻഡിനാണ്. 126ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം ഏത്? അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പൊസിഷനിലെത്തിയ രാജ്യം ഏതാണ്? 143ാമത്തെ പൊസിഷനിലെത്തിയ രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ. അടുത്ത ചോദ്യം. ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൗത്യത്തിന്റെ പേര്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഓപ്പറേഷൻ ഇന്ദിരാവതി. ഓപ്പറേഷൻ ഇന്ദിരാവതിയാണ്. അപ്പോൾ ഓപ്പറേഷൻ കരുണ, ഓപ്പറേഷൻ ഗംഗയൊക്കെ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ആഡ് ചെയ്യുക. ഓപ്പറേഷൻ കാവേരി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദിരാവതി. ഓപ്പറേഷൻ ഇന്ദിരാവതി. ഓക്കെ,
അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. 2023 സരസ്വതി സമ്മാൻ ജേതാവ് ആരാണ്? പ്രഭാവർമ്മ. ലോകത്തെ ഏറ്റവും അധികം വായു മലിനീകരണം നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ബംഗ്ലാദേശ്, 2ാം സ്ഥാനം പാകിസ്ഥാൻ. 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പ്രൊഫസർ MK സാനു. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് ആര്? സാറാ ജോസഫ്. സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. മലയാളത്തിലെ ഏറ്റവും വലിയ പടം വാരി ചിത്രം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ ഏന്താൻ ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്തത് അഭിനവ് ബിന്ദ്രയാണ്. ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകൾക്ക് ലഭിക്കുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് വീണ്ടും സ്വന്തമാക്കിയ കേരളത്തിലെ ബീച്ചാണ് കോഴിക്കോട് കാപ്പാട് ബീച്ച്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് നൽകുക എന്ന ലക്ഷ്യത്തോടെ പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് റഷ്യയുടെ ബഹിരാകാശ യാത്രികനായ ഒലെഗ് കൊനോനെങ്കോങ് ആണ്. നാരീശക്തി വന്ദൻ അധിനിയം എന്ന പേരിൽ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ഭരണഘടനയുടെ എത്രാമത് ഭേദഗതി ബില്ലാണ്? 128ാമത് ഭേദഗതി ബില്ലാണ്. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അർജുൻ റാം മെഘ്വാൾ, കേന്ദ്ര നിയമമന്ത്രി. രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ മാസം 21-നാണ്. രാജ്യത്തെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 126, അവസാനത്തെ സ്ഥാനം അഫ്ഗാനിസ്ഥാൻ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വായ്പ നൽകുന്ന പദ്ധതിയാണ് നവജീവൻ പദ്ധതി. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ്. 2023 തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമയമായി. 2022 മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തടങ്ങളുടെ പ്രവർത്തനം. 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതായിരുന്നു. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ഫോർ പീസ്, അതായത് ജലം സമാധാനത്തിന്. 2023 ആക്സിലറേറ്റിംഗ് ചേഞ്ച്. 2022 ഗ്രൗണ്ട് വാട്ടർ മേക്കിംഗ് ദ ഇൻവിസിബിൾ വിസിബിൾ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയായത് ലേ, ലഡാക്ക്, ഗുൽമാർഗ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ദിനേശ് കുമാർ ത്രിപാഠിയാണ്. അതിന്റെ കൂടെ ഓർക്കാനുള്ളത് കരസേനാ മേധാവി മനോജ് പാണ്ഡെ, വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരിയാണെന്ന് ഓർക്കുക. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? അരവിന്ദ് പനഗരിയ. ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക്. പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ ഹെൽപ്പ് ലൈൻ നമ്പർ 1032. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ 143. ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൌത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 25 പ്രധാനപ്പെട്ടതാണ്. 25-ലധികം ഫാക്ട്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC LGS സെക്രട്ടേറിയറ്റ് OA ക്ലാസ്സുകൾ നടന്നു വരികയാണ്. LDCയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. അപ്പോൾ നിങ്ങളുടെ ജില്ല നോക്കി നിങ്ങളുടെ ഏത് മാസമാണ് പരീക്ഷ വരുന്നത് അതനുസരിച്ച് പഠനം അറേഞ്ച് ചെയ്തോളാം. നന്നായിട്ട് തന്നെ മുന്നോട്ട് പഠിച്ചു പോവുക. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.